ഇതെല്ലാം കണ്ട് ഇപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഇതേ ഇവിടെ വേണ്ടത്. ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവിടെയും ഒരു ചിയാൻചു ഇരിപ്പുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. അതായത് നമ്മുടെ എന്താ പറയുക, ഈ സാധനത്തിന് എന്താ പറയുക, ലൈറ്റുകൾ ഫുള്ള് എന്താ പറയുക, ലൈറ്റ്സാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെറുത് വേണം, എത്ര വലുത് വേണം, പിന്നെ ഇതേ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ കയറേണ്ടത്. ഇതന്നെ എത്രാമത്തെ നിലയിൽ? ഇതിപ്പോൾ നമ്മൾ 8ാമത്തെ നിലയിൽ എത്തിയിട്ടാ. 8, 10, 12, 40, 19 നിലയാണ്. ഇതിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. തണുപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ബിൽഡിങ്ങുകളുടെ കൊള്ളി കയറുമ്പോൾ മാത്രം ചെറിയൊരു സുഖമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. അയ്യ. അപ്പോൾ നമ്മളിപ്പോൾ 8ാമത്തെ നിലയിൽ എത്തി നിൽക്കുമ്പോഴും ഇവിടെ ഇതന്നെയാണ് ഐറ്റംസ് കേട്ടോ കാണാനുള്ളത്. എന്താ ഹലോ, ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട് ചിലവിടെ ഈ ചൈനയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. എന്താണെങ്കിലും അവർക്ക് അവരുടെ ഒരു പ്രൈവസിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്യനാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനും അവള് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൊട്ടാരം തന്നെയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഇതേ കണ്ടോ, ഫുൾ ഐറ്റംസാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ഗൈസ്, ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പേര്, ഇവിടുത്തെ പേരുകൾ കിട്ടാൻ ഭയങ്കര കഷ്ടം കേട്ടോ. ചിയാചു ചീച്ചു പറയണ പോലെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? അതെ, ഇത് ന്യൂ ഏഷ്യ ഇലക്ട്രോണിക് സിറ്റിയാണ് ഗുവാൻസോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ കണ്ടില്ലേ, ഇവിടെ എന്താണ് വേണ്ട സാധനങ്ങൾ, നമ്മളിപ്പോൾ ഈ ഓൺലൈനിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്നായിരിക്കും ടുക്കു എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നടത്തുന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കവേഴ്സ്, വെറൈറ്റി ഓഫ് മൊബൈൽ കവേഴ്സാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ല. എല്ലാവരും ഓരോ ചെറിയ ഷോപ്സാണ് കേട്ടോ. ഒരു ചെറിയ ഷോപ്പും അവിടെ ഒരു ലാപ്ടോപ്പും ഉണ്ടാവും, ഒരാളും ഇരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹലോ കുറേ പേരൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ. അതേ ഇവിടെയൊക്കെ കണ്ടോ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതെന്താ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാച്ചോ, ഇത് രക്ഷയില്ലല്ലോ. ഇതെന്താ സാധനം, എന്തോ കൊള്ളാം. നമുക്കേ ചിലതൊന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു ചില്ല് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയ പോലെയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിടെയും മേലേക്ക് പോകാനുള്ള വഴിയാണോ. ഇതും ഒരു 10-40 നില കെട്ടിടമായിരിക്കണം മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, എല്ലാ കോർണേഴ്സിലും ഓരോ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മുകളിലേക്ക് പോകണം. എടാ ഇത് കണ്ടോടാ, എടാ ഇതൊക്കെ ഇതെന്താണ്? എന്താണോ ഇത്? പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓരോ തൊട്ട് കടകൾ അല്ലേ, ഇത്രയും കടകളിലൊക്കെ എന്താണ്, എങ്ങനെയാണ് അല്ലേ ആളുകൾ. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്പീക്കർ കട കണ്ടു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്പീക്കർ കടയാണ്. ഇവർക്കൊക്കെ എങ്ങനെ കച്ചവടം കിട്ടുന്നുണ്ടാവുക? ഒരു ഫ്ലോറിൽ തന്നെ മിനിമം ഒരു 200+ ഷോപ്സ് ഉണ്ടാവും ഒറ്റ ഫ്ലോറിൽ. അങ്ങനത്തെ അപ്രോക്സിമേറ്റ്ലി 40 or 50 ഫ്ലോർസ് ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങിൽ, ഒറ്റ ബിൽഡിങ്ങിൽ. ഇത് കണ്ടില്ലേ, തൊട്ടടുത്ത് ഒരേപോലത്തെ കടകളാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പറയുമല്ലോ, അടുത്തുള്ള ഒരാൾ കട തുടങ്ങി പറഞ്ഞാൽ അതേപോലത്തെ കട തുടങ്ങി എങ്ങനെ കച്ചവടം സെറ്റാവും എന്നുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞല്ലേ, ഫുള്ളും എല്ലാം എക്സ്പോർട്ടിങ് ആണ് കേട്ടോ. അല്ലാതെ ഒന്നും ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു എന്താ പറയുക, എല്ലാം അവിടെ എന്ന് പറയുന്നത് അടുത്തടുത്ത്. ഇപ്പോൾ ഹെഡ്ഫോൺസ് ആണെങ്കിൽ പിന്നെ അപ്പുറത്തെ ഹെഡ്ഫോൺസ് വിവിധ തരം, ഇപ്പോൾ അതേപോലെ മൊബൈൽസ് ആണെങ്കിലും ഒക്കെ സെയിം ആയിട്ടുള്ള ഷോപ്സാണ് അടുത്തടുത്തുള്ളത്. ഒരു കിടിലൻ വെറൈറ്റി സാധനം കാണിച്ചു തരട്ടെ. യെസ്, അവൻ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കണ്ണ് മൊത്തം പോണത് ഇതിലേക്കൊക്കെയാണ് കേട്ടോ. ഓ, അപ്പോൾ നമ്മളിത് എന്താ ഇത്? ഓക്കെ,
ഇത് ചെറിയ കുട്ടികളുടെയാണോ വലിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? സോ നമുക്ക് ഇവിടെ ഫുള്ള് കിഡിലോസ്കി സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ് ദിസ് ഇസ് നൈസ് ബ്രോ. ഹാവ് എ ലുക്ക്. നല്ല കളർഫുള്ളായിട്ടുള്ള ഷോപ്പാണ്. ഹായ്. ഓ ജസ്റ്റ് ലുക്കിംഗ് ദിസ് ബാഗ്സ്. ഓക്കെ. Can I take it out? Yeah. A smart bag for students. അയ്യോ ചത്തേ. ആ മടുത്തു ഗൈസ്. ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് കണ്ട് മടുത്തു. കണ്ണ് മഞ്ഞളിച്ച് പോകുന്നു. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല. ആർക്കും എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അതേപോലെ വിളിച്ചാൽ മതി. ഇവൻ്റെ പേരാണ് വിഘ്നേഷ്. നമ്മളെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇലക്ട്രോണിക്സ് ഐറ്റംസ് കണ്ട് മടുത്തത് ഇന്നാണ് അല്ലേ? സ്ക്രീൻ ഗാർഡ് ഉണ്ട്, മൊബൈൽ കവറുകളുണ്ട്, മൊബൈൽ ലെൻസുകളുണ്ട്, ഹെഡ്സെറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ഡാഡി മമ്മീനെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 23ാമത്തെ നിലയാണ്. 23ാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാ അത്രയും താഴത്തേക്ക് പോകുന്നത്? ഛേ ബ്രോ, ഇത് കിഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വലിയവർക്ക് ഉപയോഗിക്കാം. വലിയവർക്കും കിഡ്സിനും ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. കിഡ്സിൻ്റെ വെറൈറ്റി ഉണ്ട് ഇതിൽ. അപ്പം കുട്ടികൾക്കൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ലൈക്ക് ബാഗിൽ LED സ്ക്രീൻസ് വെച്ചിട്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് LED ലൈറ്റ്സ് ആണ് കേട്ടോ ഇത്. ഓപ്പൺ ഇറ്റ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റോറേജ്. ഓക്കെ. അതിൻ്റെ അകത്ത് അത്യാവശ്യത്തിലധികം സ്പേസ് ഉണ്ട്. നമുക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്യാം അല്ലേ? പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റും. We are playing through this power bank charge. Yeah. Okay. Chain. It works Mobile chain. by charge. Mobile chain design. Inside mobile charge. All right. പവർ ബാങ്ക് വെച്ചിട്ടാണ് ചാർജ് ആവുക? Use power bank. Using power bank. പവർ ബാങ്ക് യൂസ് ചെയ്യണം. ലൈറ്റ് എത്ര? Charger reserve ചെയ്യാൻ ചാർജ് ചെയ്ത് വെക്കാം. How will we run this by charging? Charger. No. Chain. How you chain? No. കോഫി കുടിക്കാൻ വേണ്ടി കോഫി കടയിൽ കയറി. ഇപ്പോഴാണ് ഞാനൊരു ആപ്പിൾ കാണുന്നത് കേട്ടോ. ഇത്രയും നേരമായിട്ട് ആപ്പിൾ പറഞ്ഞാൽ സാധാരണ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിശന്ന് വലഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിതേ ഒരു കോഫി ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. കോഫി ഷോപ്പ് ബോർഡ് മാത്രമേ നോക്കിയുള്ളൂ. അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. കോഫി ഷോപ്പ് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ളൊരു കോഫി ഷോപ്പ് തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തെയും പോലെ ഒരു എന്താ പറയുക, ഭയങ്കര ചിലവേറിയ കോഫിയാണ്. പിന്നെ ദാഹിച്ച് കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ലല്ലോ കോഫി കുടിക്കാതെ. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ ഒരു പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കയറിയതാണ് കേട്ടോ. ആ പാർക്കിൻ്റെ അകത്തുള്ളൊരു കോഫി ഷോപ്പാണിത്. നമുക്ക് കോഫി എത്തിയത് മനോഹരമായ ഒരു പാക്കിങ്ങിലാണ് കണ്ടോ. നമുക്ക് വേണമെങ്കിൽ സ്ട്രോ എടുക്കാം, സ്ട്രോ ഇട്ട് ദേ വലിച്ചു കുടിക്കാം, ഇല്ലെങ്കിൽ സംഭവം അഴിച്ചു കുടിക്കാം. ഷുഗർ വേണം. ഓടി വന്ന് കോഫി അടിച്ചു. കോഫി കിട്ടിയത് കണ്ടില്ലേ. ഇനി ഇന്നത്തേക്ക് ഭക്ഷണം മൊത്തം കഴിക്കേണ്ട, ഈ കോഫി നശിപ്പിച്ച് കുടിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ഈ കോഫി ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടില്ലേ, നോക്കിയേ. പാവം ബോംബെ എപ്പോഴും പറയും ഇതേപോലത്തെ ഒരു കോഫി എനിക്ക് കിട്ടണ. ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെ പോയിട്ടൊരു കോഫി കുടിച്ച് കഴിഞ്ഞപ്പില്ലേ, ആളുടെ ഇത് പൊട്ടിയിട്ടാണ് വന്നത്. ഇതാണെങ്കിൽ നോക്കി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ ഗോൺസോയിലുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇതിനകത്ത് കയറി കേട്ടോ. പൈസ വേണ്ടല്ലോ. പിന്നെ കുഴപ്പമില്ല, നല്ല രസമായിട്ടുള്ളൊരു ചെറിയൊരു പാർക്കാണ്. ഫുള്ള് ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ മറ്റേ ക്രിസ്മസ് ട്രീ പോലെയുള്ള ചെടികൾ. ഇതിനകത്ത് എന്തൊക്കെയോ ചൈനീസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളിങ്ങനെ പാർക്കിനകത്ത് കൂടെ നടക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. തണുപ്പ് ഒരു രക്ഷയില്ല. ഗ്ലൗസ് ഇല്ല.
പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ പാർക്കിൻ്റെ അകത്ത് കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ഏതാ നോക്കിക്കേ, എത്ര അടിപൊളിയായിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയാണ്. അതാണ് ഒരു മെയിൻ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാം അവിടെ എന്താ ഇരിക്കാനുള്ള എന്താ പറയുക ചെയേഴ്സ് ഉണ്ട് കണ്ടോ. ഈ സ്ഥലങ്ങളെല്ലാം നോക്കിക്കേ. പിന്നെ എല്ലാവരും ജാക്കറ്റിൻ്റെ അകത്താണ് കയറി കൂടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചൈനീസ് ഒരു ടച്ചുള്ള ഒരു ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക നല്ല തണലോട് കൂടി ഇരിക്കാനും ഒക്കെ പറ്റിയൊരു നൈസായിട്ടുള്ള പാർക്കാണ്. ചിലവരിവിടെ സിഗരറ്റൊക്കെ വലിച്ചിരിപ്പുണ്ട്. പിന്നെ എന്താണ് ഈ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് ഈ മരത്തിലൊക്കെ ഇങ്ങനെ ഈ റെഡ് കളറുള്ള സാധനം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഈ ജാക്കറ്റിൻ്റെ അകത്തായതുകൊണ്ട് ഒരു യൂറോപ്പ് ഒരു ഫീലാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂറോപ്പിൽ പോയതുകൊണ്ടായിരിക്കണം നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ എല്ലാവിടെയും നോക്കിക്ക് വെള്ളമുണ്ട്, എല്ലാം നല്ല ക്ലീനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചിലവരെല്ലാം ക്യാമറയ്ക്ക് തുറച്ച് നോക്കുന്നുണ്ട്, ചിലവരാണ് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഈ പാർക്കിൻ്റെ ഒരു അറ്റം എത്തി കേട്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഇത് ചെറിയൊരു പാർക്കാണ്. എനിക്ക് സംഭവം ആദ്യം കത്തിയില്ല കേട്ടോ, പിന്നെയാണ് നോക്കിയേ ഇതൊരു ഗിത്താറാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിത്താറാണ് പൂക്കൾ കൊണ്ട് ഇവിടെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നത് ഗൈസ്. ഇതേ അപ്പുറത്ത് അതിൻ്റെ ബാക്കിൽ കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ഞാൻ അപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ട്. എൻ്റെ മുഖം ഞാൻ കാണിക്കുന്നൊന്നുമില്ല. നമുക്ക് ഈ ഡാൻസ് കളിക്കുന്ന ആളുകൾ നമുക്ക് പോയിട്ടൊന്ന് ഡാൻസ് കളിക്കുന്നവരെ ഒന്ന് നോക്കാം. ഞാനും കുറച്ചൊക്കെ പഠിച്ചു ചൈനീസ് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്തോ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നലെയും ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. ഒരു മലയാളിയാണ് തോന്നുന്നു. ഹലോ അല്ലേ, നാട്ടിൽ ഞാൻ പാലക്കാടാണ്, സാധനമില്ല. ഇവിടെ കണ്ടോ നല്ല രസമായിട്ട് എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രായമധ്യേന ഇല്ലാതെയാണ് എല്ലാവരും ഡാൻസ് കളിക്കുന്നത്. എല്ലാവരും അമ്മച്ചിമാരാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരേ ഡാൻസാണ്. ഡാൻസ് ഭയങ്കര സിമ്പിളായിരുന്നു. ദേവനൊരു കമ്പനിക്ക് ഒരാൾ ഡാൻസിന് കളിക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ മലയാളിക്ക്. ആ ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവനല്ലേലും ആര് ഡാൻസ് കളിക്കുന്നുണ്ടായാലും കൂടെ ഡാൻസ് കളിക്കാനുള്ളൊരു ടെൻഡൻസി ഉള്ളതാണ്. പിന്നെ ഇവിടെ നോക്കിക്കേ ചൈനീസ് പ്രാവുകൾ കണ്ടോ. ചൈനയുടെ സെറ്റപ്പ് കാണിക്കുന്ന ചൈനീസ് പ്രാവുകളാണ് ഗൈസ്. പിന്നെ അതേ അവിടെ ഒരു കുട്ടി മരമുണ്ട്. അതിൻ്റെ തലപ്പ് കണ്ടു കഴിഞ്ഞാൽ മഷറൂം മരം പോലെയുണ്ട്. കൊടൈമഷാണത്. പിന്നെ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു കുടിൽ പോലെ ഉണ്ടല്ലോ. എല്ലാം പൂക്കൾ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. പൂക്കളല്ലാതെ വേറൊരു സെറ്റപ്പ് ഇല്ല. പിന്നെ ചെറിയ ചെറിയ പാറക്കല്ലുകൾ പോലുള്ള ഒരു സംഭവങ്ങളും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. അത് ഫ്രീ ആയിട്ടുള്ളൊരു പാർക്കായതുകൊണ്ട് നമുക്ക് സുഖമായി കയറി ഇവിടെ വീഡിയോ എടുക്കുന്നതിനും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതേത് നോക്കിക്കേ, ഇത് ചായപാത്രമല്ലേ, ചായയൊക്കെ ഉണ്ടാക്കുന്ന അല്ലേ, ചായ കപ്പല്ല, ചായ ഉണ്ടാക്കുന്ന പാത്രം, മനസ്സിലായോ. നമുക്കിവിടെ ഇതേ ഒരു കറങ്ങുന്ന സൂര്യകാന്തി പൂ കാണാൻ പറ്റും കണ്ടോ. നമ്മളങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിലെത്തി ഒന്നുകൂടെ നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് വന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് പോകണമെങ്കിൽ ബസ് നമ്പർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ പോകേണ്ട ഡയറക്ഷൻ കണ്ടുപിടിക്കണം. No WeChat. If you have any card or something, we will come and meet you tomorrow. No cards? ഇവിടെ കാർഡൊന്നും ഇല്ല എന്നാണ് പറയണത്. ഇവിടെ ഒരു ഏജന്റ് ആയിരിക്കും അല്ലേ. Tomorrow you are here? What's up? Because here we can't use the WhatsApp. We are from India. Tomorrow. Okay? Nice to meet you. എന്തൊക്കെയോ പറയുന്നുണ്ട്. ദേ ഇവിടെ എന്താണ്, അതാ നമ്മുടെ ചോളം. ചോളം ഉണ്ടല്ലോ, ചോളമുണ്ട്. പിന്നെ ഇതേ ഇവിടെ എന്താണ്, ഇതൊക്കെ എന്താ, ഇതൊക്കെ മറ്റേ സാധനമല്ലേ. നീ പേരെന്തായിരുന്നു? സോസേജ്. അതവൻ പറഞ്ഞതാണ്, ഞാനല്ലേട്ടാ. നമുക്ക്
നൈറ്റ് ടൈമിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു രസം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഇതേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ചെറുതായിട്ടുണ്ട്. നമ്മൾ വലിയ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല. മൊമോസ് ഉണ്ടോ? മൊമോസ് വേണേ കഴിക്കാം, വേണേ കഴിക്കാം. മൊമോസ് അപ്പം ഇന്നലെ പോയ അവിടെ ഉണ്ട്, മൊമാജിയിലുണ്ട്. ആ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു സൈക്കിളൊക്കെ ഉണ്ട് ഇവിടെ. പുഴയോ? എവിടെ? അത് നടക്കാലോ. ഓ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നൈറ്റ് ലൈഫ് കാണിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ നൈറ്റ് ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോകാനുള്ളൊരു എത്തപ്പാടിലാണ്. ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ. അതായത് രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, പകലും നല്ല രസമാണ് കേട്ടോ. പക്ഷേ എല്ലാം അവിടെ കണ്ടാലും ഒരേപോലെ ഇരിക്കും, അതാണ് ഒരു സീന്. നമ്മൾ അത്യാവശ്യം വന്നു, അതേപോലെയുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചു കേട്ടോ ഇന്നത്തെ. അതല്ല രസം. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകാണ്ടില്ലേ. തിരിച്ചു പോകണമെങ്കിൽ എങ്ങനെ പോകുമെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെ പോകും? ടാക്സി വിളിച്ചിട്ട് വഴി പറഞ്ഞു പോവുക. എങ്ങനെ ഈ ചേട്ടാ ഷിബാലു നേരെ പോവുക, ലെഫ്റ്റ് റൈറ്റ്, അതേ പറയാൻ പറ്റുള്ളൂ. മാമാജി റെസ്റ്റോറൻറ്റ്, അത് മാത്രമേ അറിയുള്ളൂ. എന്തായാലും കുത്തനെയുള്ളൊരു ബിൽഡിംഗ് കാണാം. ന്യൂ ഏഷ്യ ഇന്റർനാഷണൽ ഇലക്ട്രോണിക് സിറ്റി. ഇതിനകത്തല്ലേ നമ്മൾ അല്ലല്ലോ, ഇതിനല്ലേ കയറാൻ ഉദ്ദേശിച്ചത്? എൻ്റെ ദൈവം, ഇതേ നോക്കിക്കോട്ടെ ഗൈസ്, വണ്ടികൾ നോക്കിക്കോ, രക്ഷയില്ലാത്ത സാധനങ്ങൾ കേട്ടോ. അയ്യോ, ഇതൊക്കെ എവിടെ തിരിഞ്ഞാലും അതെ ടെസ്ലേ. എന്താണിത്? എടാ വണ്ടികൾ നോക്കിക്കേ, വെറും ഇതെന്താ ഷോറൂമോ? അയ്യോ, ഇത് നോക്ക്, നീ ഇത് കണ്ടോ? ഇത് എന്താ വണ്ടികൾ? BM, പോർഷെ, ഇത് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് കേട്ടോ. എനിക്ക് തോന്നണതില്ലേ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആളുകളും പൈസക്കാരാണ്. കാരണം അത്രയും തിരക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെന്ന് പറയുകയാണെങ്കിലേ, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. ഈ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടേക്കൊക്കെ പോകണം, ആകെ മൊത്തം പ്രശ്നമാണ് ഇവിടെ. ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ, ഇതൊരു കുറ്റമല്ല കേട്ടോ. നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നടക്കാൻ പറ്റുന്ന ദൂരമൊക്കെ നമ്മൾ നടക്കും. പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, കിട്ടിയ ബസ് കയറും, എന്നിട്ട് ലൊക്കേഷൻ ഇടും, എന്നിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ബസ് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങും. അതൊക്കെയാണ്. ബസ് കയറി മുമ്പോ ഏത് ബസ്സിൽ? ഈ ബസ്സിൽ കയറണ? പുഴ അപ്പുറത്താണ്, മാപ്പിൽ നോക്കിയപ്പോൾ പുഴ അപ്പുറത്താണ്. എവിടെ? സൂപ്പർ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ കയറിയ ബസ് ഇങ്ങോട്ടാണ് കേട്ടോ പോണത്. മക്ഡൊണാൾഡ്സ് ഇവിടെ എല്ലാ കോർണറുകളിലും ഉണ്ട് ഗൈസ്. രാത്രി നമ്മൾ ഈ ബസ്സിൽ കയറി നമുക്ക് പോകേണ്ട സ്ഥലം എന്താണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്? മാപ്പ് നോക്കണ്ട. പിന്നെ എന്താ അറിയോ, ഇവിടെ ബസ്സിന് 1 രൂപയാണ്. 1 രൂപയല്ല, എന്താണ്, 2 RMB ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഇനിയിപ്പോൾ അടുത്ത ബസ് കയറുമ്പോൾ ഞാൻ അത് കൊടുക്കണ്ടേ. ഞാൻ പെട്ടെന്ന് മറ്റേ മാൾട്ടയിലുള്ള കാര്യം ആലോചിച്ച് പോയി. എല്ലാവരും ജോലി, ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 5:30 ആയി കേട്ടോ. മാത്രമല്ല അപ്പോൾ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ബസ്സിൽ മൊത്തം ആളുകൾ നിറഞ്ഞു. നമ്മൾ കയറിയപ്പോൾ അധികം ആളുകളെ ഉണ്ടായിരുന്നില്ല. ബസ് അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ റോഡിനകത്തൊന്നും വലിയ തിരക്കുകളില്ല. കൂടുതലും മുകളിലൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ്സും അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. ഇതേ അവിടെ ഒരു ഷോപ്പിംഗ് മോൾ കാണുന്നുണ്ട്. അപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്.
ഇതേ കൂടെയുള്ള ഒരുത്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ പോകുന്നത് ഇപ്പോഴും ശരിയായിട്ടുള്ള ലൊക്കേഷനിലാണെന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് കുറേ നേരം കഴിയുമ്പോഴാണ് ഇവൻ പറയുക, ഓ നമ്മൾ തെറ്റായിട്ടുള്ള ലൊക്കേഷനിലാണ് പോണതെന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ ബസ് ഇറങ്ങി കേട്ടോ. പൗള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊന്നും പറയരുത്. അടുത്തതായിട്ട് വരുന്ന നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചൈന വന്നിട്ട് നിങ്ങൾ നമ്മളെപ്പോലെ കുടുങ്ങരുത് ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് മാപ്പ് ഇടുന്ന സമയത്ത്, അതായത് പോകുന്ന ലൊക്കേഷൻ എപ്പോഴും പിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. എല്ലാവരും നല്ല, ഇപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കാണ്. ഓ അങ്ങനെയാണോ? അതെ അതെ. നമ്മൾ പകലൊക്കെ ഇന്നലെ വന്ന് ഇപ്പോൾ ഇന്ന് 2 ദിവസത്തിലാണ് ഭയങ്കര തണുപ്പായത് കേട്ടോ. ഇപ്പം എല്ലാവരും ചൂടത്ത് സിഗരറ്റാണ് കേട്ടോ. പിന്നെ മാത്രമല്ല കണ്ടോ, എല്ലാവരും ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഓടുന്ന തിരക്കാണ്. ഈ ഒരു വണ്ടിയില്ലേ, ഇതിനെ കൊണ്ട് തോറ്റ്. ഇതാണ് ബാക്കിലൊന്നും ഓണടിക്കുക പോലും ഇല്ല. ഇതെന്തോ ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ജോലിക്കാരെല്ലാം ഇതേ ഇറങ്ങിപ്പോകുന്നു. ഇതേ ഒരു കുട്ടി സൈക്കിളെല്ലാം ചവിട്ടി പോകുന്നു. കൂടുതൽ പേരും ഇവിടെ സൈക്കിളെല്ലാം ചവിട്ടിയിട്ട് തന്നെ പോകുന്നു. കണ്ടല്ലേ, ഇതേ ഒരു സൈക്കിൾ ചവിട്ടുന്നു. നമുക്കപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ കണ്ടോ, നല്ല വലിയ റോഡാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മേലെ കൂടെ പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് സൗകര്യത്തിന്. ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സെറ്റപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. ആളുകൾ നാട്ടിലത്തെ പോലെ ആളുകൾ ഇത് കൂടെ ഓടി റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനേ പറ്റില്ല കേട്ടോ. അവിടെ പോലീസുകാരെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നുന്നു. ഇവിടെ എന്തോ ഒരു വലിയൊരു സംഭവമാണ് അല്ലേ, നല്ല രസമുണ്ട്. നട്ടുച്ച പോലെയുണ്ട്. നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ ഇവിടെ സിഗ്നൽ വരാതെ ക്രോസ് ചെയ്യാനും അവരപ്പം പയ്യെ നടന്നു വരുന്നുണ്ട്. ആ ഇതെന്തോ ഒരു IT കമ്പനി എന്തോ തോന്നുന്നു. കമ്പനി അല്ലടോ, അതെന്തോ അവിടെ ആർമി ഒക്കെ ഉണ്ട്. അവിടെ കോപ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഒരാൾ എന്നെ തന്നെ തുറിച്ചു നോക്കിയായിരുന്നു. ഞാനവിടെ പോയി നല്ല വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ചാണ്. ഇതേ ഈ സൈക്കിളുകാർ കണ്ടോ, ഇറങ്ങുന്ന സൈക്കിളും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പാർക്കാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ. അതെ ഇതൊരു പാർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാം. കണ്ടോ, വെളിച്ചമുള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടെ എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് മനസ്സിലായൊന്നുമില്ല. ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്നൊരു രാത്രി മൊത്തം ഇവിടെ നിൽക്കേണ്ടി വരും. പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സംഭവം അല്ലേ. അതേ പോകുന്നു വണ്ടി. ഓ അവനൊരാളോട് ചോദിക്കേണ്ടത് എന്താന്ന്, പാവം അയാളാകെ പെട്ടുപോയി. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ എന്തോ ഒരു ഗവൺമെൻറ് ഓഫീസാണെന്ന് പറയുന്നത് കേട്ടോ. നമ്മളവിടെ ഒരു ലേഡീനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓഫീസാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഗവൺമെൻറ് ഓഫീസാണ് ഇല്ലേ. നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള പോലെ അല്ല, ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്. അതായത് ഇത് വല്ല പാർലമെൻറ്റ് പോലുള്ള സാധനമായിരിക്കുമോ? ഇവിടെയൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്, ഒരു രക്ഷയില്ല. നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 7 മണിയായി സമയം. പക്ഷേ നട്ടുച്ച പോലെ ഇല്ലേ, ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് കേട്ടോ അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും പാർക്കാണ്. അപ്പോൾ ആളുകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇതേ ഇവിടെ അമ്മയും മകളും ഇതേ ഓട്ട മത്സരമാണ്. രാത്രിയാണെങ്കിലും വിസിലടി നിർത്താതെ ഒരു ട്രാഫിക് പോലീസ് അവിടെ നിന്നിട്ട് കൈ കൊണ്ടും വിസിൽ കൊണ്ടും മാറി ജോലി ചെയ്യുന്നൊരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു വണ്ടി പോലും അപ്പുറത്തോ ഇപ്പുറത്തോ ട്രാഫിക് റൂൾ തെറ്റിച്ചിട്ട് പോകുന്നില്ല കേട്ടോ. നാട്ടിലില്ല, ഞാൻ പറഞ്ഞില്ല സ്പൈസി. 2 ആപ്പിൾ എടുക്കാം.
ഇതെന്താ മുന്തിരിയോ? രണ്ട് എന്ത് മുന്തിരി? ഇവിടെ എല്ലാത്തിനും വലിപ്പം കൂടുതലാണല്ലോ. മാങ്ങയോ? കാണിക്ക്. ഇത് മൈസൂർ പോയി അപ്പോൾ ആ മാങ്ങ നല്ല രസമുണ്ടെന്നാണ് ആൾ പറഞ്ഞത്. പഴമുണ്ട്, ചൈനീസ് പഴമാണാവോ. അപ്പോൾ കുറേ നേരം നമ്മൾ നടന്നിട്ടില്ലേ, ഇനിയിപ്പോൾ പരീക്ഷണത്തിന് വയ്യ. അതുകൊണ്ട് ഇന്നിപ്പോൾ KFC ഒതുങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നമ്മൾ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും KFC, McDonald's ഒക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. മാത്രമല്ല ഇനി പരീക്ഷണത്തിന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇന്നലത്തെ ഒരു പരീക്ഷണം തന്നെ നമ്മളെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ്.